ധാരാളം വീടുകൾ നാം കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രകൃതി രമണീയമായ വയലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് നിർമ്മിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തിന് തന്നെ ധാരാളം പ്രത്യേകതകളുണ്ട്. വീട് നിർമ്മാണത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം ആസൂത്രണം. ഈ ഘട്ടത്തിൽ ഒരു നിർമ്മാണവും നടക്കുന്നില്ല. എങ്കിലും ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ബജറ്റ് വിഹിതം, നിങ്ങളുടെ വീടിന്റെ മൊത്തത്തിലുള്ള രൂപം എന്നിവയാണ് ആ ആസൂത്രണത്തിൽ ഉൾപ്പെടുന്നവ. ബജറ്റ്, ഡോക്യുമെന്റേഷൻ, നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കൽ, നിങ്ങളുടെ ടീമിനെ തിരഞ്ഞെടുക്കൽ, കോൺട്രാക്ടർ, ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനർ, തൊഴിലാളികൾ. രണ്ടാം ഘട്ടമാണ് വീട് നിർമ്മാണം. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ വീട് രൂപപ്പെടാൻ തുടങ്ങും. നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ മെറ്റീരിയലുകളും, അതായത് സിമന്റ്, മണൽ, ഇഷ്ടികകൾ, വെള്ളം, അഗ്രിഗേറ്റുകൾ എന്നിവ വാങ്ങുക എന്നതാണ് ആദ്യ ജോലി. മെറ്റീരിയലുകൾ ലഭിച്ച ശേഷം നിങ്ങളുടെ ടീം ഇനി പറയുന്നവ ചെയ്യും. അടിത്തറ കെട്ടുക, നിങ്ങളുടെ ഫോം വർക്ക് നിർമ്മിക്കുക, വിവിധ മിശ്രിതങ്ങൾ തയ്യാറാക്കുക, വാട്ടർ പ്രൂഫിംഗ്, വാൾ പ്ലാസ്റ്ററിംഗ്, പ്ലംബിംഗ്, വയറിംഗ്. മൂന്നാം ഘട്ടമാണ് ഫിനിഷിംഗ്. ഈ ഘട്ടത്തിൽ വീട് മനോഹരമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ ഘട്ടത്തിൽ ഇന്റീരിയർ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. റൂഫിംഗ്, ഫ്ലോറിംഗ്, പെയിന്റിംഗ്, ഫിറ്റിംഗുകൾ, നിങ്ങളുടെ കുളിമുറി, അടുക്കള, വാഷ് ബേസിനുകൾ എന്നിവയിൽ നിങ്ങളുടെ ടീം മേൽനോട്ടം വഹിക്കും. ഇത്തരത്തിൽ ഓരോ ഘട്ടവും കൃത്യമായി ശ്രദ്ധിച്ച് തയ്യാറാക്കിയ വീടാണ് ഈ വീട്. നെൽവയലുകളും ആറുകളും തണ്ണീർത്തടങ്ങൾക്കും മധ്യേ ഒരു കൊച്ചു വീട്. വീടെന്ന സ്വപ്ന സാക്ഷാത്കാരം ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ദിനങ്ങളാണ്. വീടിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണാം.